ഉടക്കി കുടിക്കില്ല. ചൂണ്ട ഒടിക്കേക്കാണ്. നീ മീന് വല്ല കയറിണ്ടാ? പൊട്ടിപ്പോയി. പൊട്ടിപ്പോയില്ല, ചൂണ്ട ഒടിക്ക് പൊട്ടിപ്പോയി. അപ്പൊ ഇനി ഒന്ന് ചൂണ്ട ഇടാറില്ല, നിർത്തി. തീറ്റ എത്ര ബാക്കിയുണ്ടോ? പടം മടിക്ക്. ഇതാണ് ചെറിയ വഞ്ചി. ഇത് ചെറിയ ഏറുകൊണ്ടാണ് അതിലുള്ളത്. അപ്പൊ അല്ല, നീ വഞ്ചിയിലേക്ക് വന്നൊക്കെ എന്തിനാ? നീ കൊത്തിയുണ്ടോന്നറിയാല്ലേ? അപ്പൊ ഈ വഞ്ചിയിലാണ് പോണേ. അപ്പൊ ഞാൻ വഞ്ചിയിൽ കയറിയ കുഴപ്പമില്ലല്ലോ. അത് എനിക്ക് നീന്താനറിയാ, നീ പേടിക്കൊന്നും വേണ്ട. ഞാൻ ഇത് ഒറ്റയ്ക്ക് നീന്തിരുന്നാളാ. നീ അതിനെ പറ്റി പേടിക്കൊന്നും വേണ്ട. മീൻ കൊത്തിയിട്ടുണ്ടോന്ന് അറിയാൻ വേണ്ടി പോണെയാണ്. ചെറിയ തോണിയിലാണ് സഞ്ചരിക്കണ. അപ്പൊ എത്ര മീന് അല്ല എത്ര ചൂണ്ട ഇട്ടിട്ടുണ്ടാ? 6 ചൂണ്ട ഇട്ടിട്ടുണ്ട് പുഴയില്. അപ്പൊ മീൻ പിടിച്ചിട്ട് കൊത്തിയിട്ടുണ്ടോന്ന് അറിയാൻ വേണ്ടി ഈ ചെറിയ തോണി, ചെറിയ വള്ളം എന്നൊക്കെ പറയാം, അതില് സഞ്ചരിച്ചോണ്ടിരിക്കണ ആണ്. ദ്വീപില്ലേ? അൽസാദ് പറഞ്ഞാ ഇവിടെ തോട്ടുപോം. അപ്പൊ അവിടുന്ന് പോല. അപ്പൊ നീ അവിടെ വരെ പോവാ? പിള്ളേരായിട്ട് പോവില്ല? അല്ലെങ്കിൽ ആ വലിയ വള്ളത്തിലാണോ അതിടയ്ക്ക് കറങ്ങാനൊക്കെ പോണത്? കറങ്ങാൻ പോണേ. ഇത് നമ്മള് കറക്കുള്ള മീൻ പിടിക്കും. കറക്കിയുള്ള മീൻ പിടിക്കും. മീൻ പിടിച്ചിട്ടില്ല. ചെറിയ തടസ്സം മാറ്റി. അപ്പൊ ചെറിയ വഞ്ചിയിലാണ് ഇരിക്കണത്. ഡയറൊക്കെ പോയിണ്ടോ? അപ്പൊ മീൻ കിട്ടിയില്ല, അമ്മ കേറിയില്ലല്ല. അപ്പൊ ഒരു 5-6 മീൻ പിടിക്കാൻ വേണ്ടി ഇട്ടേക്കണെയാണത്. ഇതിപ്പോ കാമ പിടിച്ചിട്ടുണ്ടോ തോന്നില്ലല്ലേ? ഇതിമ്മ കൊളത്തില്ല. ഇത് താത്തി കൊണ്ടുപോകുമ്പോ ഇതെങ്ങനെയാണ് അറിയണത്? ഇത് വലിച്ചുണ്ടോ? ഇത് വലിച്ചുണ്ടോ? അമ്മയില്ല. ഇവിടം വരെ ഉള്ളോ ഇട്ടേക്കണത്? ഇനി തിരിച്ചു പോണം. ഇപ്പൊ മീനും നിലവിൽ പിടിച്ചിട്ടില്ല. അപ്പൊ ഇനി തിരിച്ചു പോണ്. ചെറിയ വെള്ളത്തില് തിരിക്കണണ്ട. കാറ്റുള്ള അതിനോട് തിരിയാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. തിരിക്കണണ്ട. ഇതാണ് വെള്ളം തിരിക്കുന്നത്. ഇത് ചെറിയൊരു എക്സ്പാർട്ട് വേണം തിരിച്ച് കറക്റ്റായിട്ട് ഇരിക്കണേ. ഇപ്പൊ തൊഴിഞ്ഞപ്പോ പോകാനുള്ള ഉദ്ദേശമാണ്. അപ്പൊ നല്ല കാറ്റുണ്ട്, നല്ല അന്തരീക്ഷം. എന്താ ഇപ്പൊ ഈ വീഡിയോസൊക്കെ ഗൾഫിലൊക്കെ നല്ല രസമായിരിക്കും. ഇപ്പോഴത്തെ ഇരുത്തിങ്ങനെ ചെറിയ വഞ്ചിയിലൊക്കെ തൊയ്ത് ഈ മീനെ പറ്റിയൊക്കെ സംസാരവും കാര്യങ്ങളൊക്കെ ഒരു രസകരമാണ്. അപ്പൊ നല്ലൊരു കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ മീനൊന്നും കൊത്തിയിട്ടില്ല. 5-6 ചൂണ്ട കെട്ടിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കെട്ടിയിട്ടെങ്ങനെയാ.
ഇനി എന്നാണ് ഇനി ഇത് നാളെ വൈകുന്നേരം പരല് പിടിച്ച് കൊളുത്തിടും. ഇനി വൈകിട്ട് ഒരു 6 മണി നമുക്ക് പരല് കൊത്തിയിടും അല്ലേ? എന്നിട്ട് വീട്ടിൽ പോകും. അത് രാവിലെ വരുമ്പോ എടുക്കും. രാവിലെ ഒന്ന് എടുക്കുമ്പോ അപ്പൊ അറിയാം അല്ലേ?